പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 5 വരെയും 10, 12 മുതൽ 14 വരെയുമുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യം നിർത്തിക്കൊണ്ട് അരുൾ ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരാൾക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അതിലൊന്ന് വഴിതെറ്റിപ്പോയാൽ 99നെയും മലയിൽ വിട്ടിട്ട് അവൻ വഴിതെറ്റിപ്പോയതിനെ അന്വേഷിച്ചു പോവുകയില്ലേ? കണ്ടെത്തിയാൽ അതിനെക്കുറിച്ച് വഴിതെറ്റിപ്പോകാത്ത 99നെ കുറിച്ച് എന്നതിനേക്കാൾ അവൻ സന്തോഷിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ശിശുക്കളെ പോലെ ആകണമെന്നും ശിശുസഹജമായ സ്വഭാവം സ്വീകരിക്കണമെന്നും നമ്മളെല്ലാവരെയും അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ടും വഴിതെറ്റിപ്പോയതിനെ കണ്ടെത്തുവാനായിട്ടും അങ്ങനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നമ്മൾ ഈ ഭൂമിയിൽ നിറവേറുവാനായിട്ടും പരിശ്രമിക്കാം. നമ്മുടെ മാതൃക നിറഞ്ഞ ജീവിതവും നമ്മുടെ സന്തോഷവും സമാധാനം നിറഞ്ഞ ജീവിതം കാണുമ്പോൾ മറ്റുള്ളവർക്കും നമ്മളുടെ ചുറ്റിലുമുള്ളവർക്കും നമ്മൾ സമാധാനം നൽകും. അവരും സത്യത്തിലും സമാധാനത്തിലും സന്തോഷത്തിലൊക്കെ ജീവിക്കുവാനായിട്ട് നമ്മൾ അനുവദിക്കും. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.